നിർമ്മാതാവിനടക്കം സംശയം. ഇടവേളയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന സണ്ണി എന്ന ഡോക്ടർ കഥാപാത്രം. മോഹൻലാൽ അന്ന് സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന സമയം ഗംഗയായി ഫാസിൽ അപ്പോഴേ തന്നെ ശോഭനയെ തീരുമാനിച്ചിരുന്നു. 3, 4, 5 ആവർത്തി കണ്ട ഫാമിലി തന്നെയുണ്ട് ഈ സിനിമ. നമസ്കാരം. വി ലവ് സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഗ്മെന്റിൽ സൂപ്പർ ഹിറ്റുകളുടെ വഴി എന്ന സെഗ്മെന്റിൽ ഞങ്ങൾ ഇന്ന് മലയാള സിനിമ എക്കാലവും ആഘോഷിച്ച സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ പിന്നാമ്പുറ കഥകളും അതിൻ്റെ വിശേഷങ്ങളുമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വെളുത്ത ഖദർ മുണ്ടും അരക്കയ്യൻ ഷർട്ടും അടഞ്ഞ കണ്ണുകളും അകാല നരയുമായി ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. മനസ്സ് നിറയെ കഥകളുമായി. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഫാസിൽ എന്ന സംവിധായകനെ കണ്ട് തൻ്റെ കഥകൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക, അതിൽ ഏതെങ്കിലും ഒരു കഥ സിനിമയാക്കുക. ഫാസിലിനോട് എന്നും അദ്ദേഹം 3-4 കഥകൾ പറയും. എന്നും അങ്കലാപ്പായിരുന്നു. കാരണം ഫാസിൽ അദ്ദേഹത്തിൻ്റെ കഥകളൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ കഥകൾ പലതും ചാത്തനേറും അതീന്ദ്ര ശക്തികളും ഒക്കെ നിറഞ്ഞ കഥകളായിരുന്നു. അയാളാണ് മധുമുട്ടം. വർഷം 1988. ഇത്തരത്തിലുള്ള കഥകൾ മധുമുട്ടം ഫാസിലിനോട് പറഞ്ഞപ്പോൾ കഥകളെല്ലാം തന്നെ ഫാസിൽ തള്ളിക്കളഞ്ഞു. ഈ പഴമക്കാർ പറയുന്ന കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഇക്കാലത്ത് സിനിമ എടുത്താൽ ഇത് ആരാ ശ്രദ്ധിക്കുക? ഫാസിലിന്റെ ഈ തിരസ്കരണത്തിൽ നിരാശനാകാതെ മധുമുട്ടം തൻ്റെ പല്ലവി തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീടാണ് ഇദ്ദേഹം പ്രതിഭാധനനായ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഫാസിലിന് മനസ്സിലായത്. അങ്ങനെ മധുമുട്ടത്തിനെ ഫാസിൽ ഒപ്പം നിർത്തി. അവർ തമ്മിൽ ദൃഢമായ ഒരു സൗഹൃദം ഉടലെടുത്തു. ഒരു ദിവസം ഫാസിൽ മധുമുട്ടത്തിനോട് ചോദിച്ചു, നിങ്ങൾ പണ്ട് പറഞ്ഞ കഥകളിൽ ഏതെങ്കിലും ഒരു കഥ ഒന്നുകൂടി പറയാമോ? അപ്പോഴാണ് മധുമുട്ടം തൻ്റെ പഴയ കഥയിലൊന്നായ ദ്വന്ദ്വ വ്യക്തിത്വവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും ശാസ്ത്രീയമായ അടിത്തറയോടെ ഫാസിലിനോട് പറഞ്ഞ് മനസ്സിലാക്കി. ഫാസിൽ അപ്പോൾ പറഞ്ഞു, ഏകദേശ രൂപമൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ ഒന്ന് നമുക്ക് തിരക്കഥയാക്കാം എന്ന് ഫാസിൽ വെറുതെ മധുമുട്ടത്തിനോടത് പറയുകയായിരുന്നു. സിനിമാ കഥയൊന്നും ആക്കില്ല, പാവം തിരക്കഥ എഴുതട്ടെ എന്നായിരുന്നു ഫാസിലിന്റെ ചിന്ത. ഫാസിൽ പറയുന്നതിനനുസരിച്ച് മധു സിനിമയ്ക്കായി എഴുതി തുടങ്ങി. പക്ഷേ ഈ മധുമുട്ടം എഴുതുന്നതൊന്നും ഫാസിലിന് മനസ്സിലാകുന്നില്ല. കാരണം അതിനു മുമ്പ് സിനിമാ കഥ എഴുതിയുള്ള ശീലമൊന്നും മധുമുട്ടത്തിന് ഇല്ലായിരുന്നു. വെറുതെ ബുദ്ധിമുട്ടാതെ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചാലോ എന്ന് പോലും ഫാസിൽ മനസ്സിലാലോചിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മധുമുട്ടം ഈ കഥ വെറും കഥയായി ഒരു വെള്ള പേപ്പറിൽ ക്ലീനായി എഴുതി. ഫാസിലിന്റെ വീട്ടിൽ വെച്ച് മധുമുട്ടം ഈ കഥ വായിച്ചു. അലസനായി ആരോ എന്തോ പറയുന്നു, വെറുതെ കേൾക്കാമെന്ന് പറഞ്ഞ ഫാസിൽ ചാരുകസേരയിൽ കിടന്ന് ആ കഥ ഇങ്ങനെ കേട്ടു. ക്രമേണ ഫാസിലിന്റെ മനസ്സിലേക്ക് ആ സിനിമയുടെ കഥ ആഴ്ന്നിറങ്ങി. അന്ത്യത്തിലെത്തിയപ്പോൾ ചാരുകസേരയിൽ നിന്ന് എന്തോ കിട്ടിയ ഭാവത്തിൽ ഫാസിൽ ചാടി എണീറ്റു. പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും. ഇടയ്ക്ക് മുറിഞ്ഞുപോയ വായന മധു വീണ്ടും തുടർന്നു. കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സ്റ്റണ്ടായി അനങ്ങാതെ നിന്നു. മധുവിന്റെ മനസ്സിൽ എന്തോ ഭാരം ഒഴിഞ്ഞതുപോലൊരു തോന്നൽ. പക്ഷേ ഫാസിലിന്റെ മനസ്സിലോ എന്തോ വന്ന് നിറഞ്ഞ പോലെ. അടുത്ത ദിവസം മുതൽ ഫാസിലിന്റെ നിർദ്ദേശാനുസരണം മധുമുട്ടം സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. ഇവിടെയാണ് ഒരിക്കൽ തന്നിൽ നിന്ന് അകന്നു നിന്ന സിനിമയുടെ സാങ്കേതികത്വം ഇപ്പോൾ തനിക്ക് വഴങ്ങും പോലെ. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുണ്ടാം സൗരഭ്യം എന്ന് നമ്മൾ പറയില്ലേ? ഫാസിലിനോടൊപ്പം ചേർന്ന് നിന്ന് ഫാസിലിന്റെ സിനിമാ വർക്കുകളൊക്കെ കണ്ട് മധുമുട്ടം മെല്ലെ ഫാസിലിന്റെ മനസ്സിന് ചേരുന്ന വിധത്തിൽ അതിന്റെ തിരക്കഥ പൂർത്തിയാക്കി. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയുടെ പ്രോജക്റ്റിന് ശേഷം തന്റെ സിനിമ ഇതായിരിക്കുമെന്ന് ഫാസിൽ തീരുമാനിക്കുകയും ചെയ്തു. മണിച്ചിത്രത്താഴെന്നാണ് ഫാസിൽ ഈ സിനിമയ്ക്ക് പേരിട്ടത്. കാരണം ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതിയ ഒരു ഗാനമുണ്ട്, പഴം തമിഴ് പാട്ടിഴയും. ഈ പാട്ടിലെ
വരികൾക്കിടയിൽ നിന്നാണ് മണിച്ചിത്രത്താഴ് എന്ന പേര് ഫാസിൽ സെലക്ട് ചെയ്തത്. യക്ഷക്കഥകൾ കേട്ടും മന്ത്രവാദങ്ങൾ കണ്ടും കൂട്ടൊന്നുമില്ലാതെ ഏകയായി കഴിഞ്ഞ ഗംഗ എന്ന കഥാപാത്രമായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഗംഗയായ ഫാസിൽ അപ്പോഴേ തന്നെ ശോഭനയെ തീരുമാനിച്ചിരുന്നു. പിന്നീട് സുരേഷ് ഗോപി, തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, KPSC ലളിത, അങ്ങനെ ഓരോരുത്തരെയായി കാസ്റ്റ് ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ഡോക്ടർ സണ്ണിയായി മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തത്. പക്ഷേ എല്ലാവർക്കും നിർമ്മാതാവിനടക്കം സംശയം, ഇടവേളയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന സണ്ണി എന്ന ഡോക്ടർ കഥാപാത്രം. മോഹൻലാൽ അന്ന് സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന സമയം ഇദ്ദേഹം വിളിച്ചാൽ വരുമോ എന്ന് പലരും സംശയിച്ചു. പക്ഷേ കഥ പറഞ്ഞു കേട്ടപ്പോൾ മോഹൻലാൽ പറഞ്ഞത് എനിക്കും ഈ സിനിമയുടെ ഭാഗമാകണം. അങ്ങനെ ഇടവേളയ്ക്ക് മുൻപ് മാത്രം പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമായി മോഹൻലാൽ ആ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതം മൂളി. ക്രിസ്തുമസിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതിനാൽ പല യൂണിറ്റുകളായിട്ടായിരുന്നു ഇതിന്റെ ചിത്രീകരണം. ഫാസിലിന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു യൂണിറ്റിൽ പ്രിയദർശൻ, സിബി മലയിൽ, സിദ്ദിഖ് ലാൽ, അങ്ങനെ പലരും സംവിധായകരായെത്തി. ക്യാമറാമാൻമാരായി ആനന്ദക്കുട്ടനെത്തി. വേണു ക്യാമറ കൈകാര്യം ചെയ്തു. 1990 ഒക്ടോബർ 25 രാവിലെ 7 മണിക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ വെച്ചായിരുന്നു മണിച്ചിത്രത്താഴിന്റെ ചിത്രീകരണ തുടക്കം. ഭൂരിഭാഗവും ചിത്രീകരിച്ചത് ഈ ഹിൽ പാലസിൽ തന്നെയായിരുന്നു. അവസാനം മറ്റൊരു ലൊക്കേഷനായി ഇവർ കണ്ടെത്തിയത് പത്മനാഭപുരം പാലസും. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഒരു വാക്ക് മാത്രമാണ് മധുമുട്ടം എഴുതി വച്ചിരുന്നത്. ഫാസിലിനെ ഏറ്റവും അസ്വസ്ഥമാക്കിയ വാക്ക് ആവാഹനം. പക്ഷേ മധു എഴുതിയ ആ വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം മധുവിനെ പോലെ മറ്റൊരാളിനും മനസ്സിലായി. അത് മറ്റാർക്കുമല്ല, ഫാസിലിന് മാത്രം. തന്റെ ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ ഷോട്ടും, അതിലുപയോഗിക്കുന്ന വെളിച്ചവും നിറവും, അതിലുപയോഗിക്കുന്ന സാധന സാമഗ്രികൾ വരെ മനസ്സിനകത്ത് ഉറപ്പിച്ച ശേഷമാണ് ഫാസിൽ എന്ന ആ ക്രാഫ്റ്റ്സ്മാൻ തൻ്റെ സിനിമ ഒരുക്കാൻ തയ്യാറെടുക്കുക. ആ ആവാഹനം എന്ന വാക്കിന്റെ, ആ ഒറ്റ വാക്കിന്റെ അനന്ത സാധ്യതകൾ മനോഹരമായി ഫാസിൽ ഫിലിമിലേക്ക് ആവാഹിച്ചു. മണിച്ചിത്രത്താഴിൽ ഫാസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത മറ്റൊരു സീനുമുണ്ട്. ഡോക്ടർ സണ്ണി നകുലനോടും മഹാദേവനോടും ഗംഗയുടെ അസുഖത്തെപ്പറ്റി സംസാരിക്കുന്ന സീൻ ഫാസിലിനെ വല്ലാതെ അലോസരപ്പെടുത്തിയ, ശല്യപ്പെടുത്തിയ സീൻ. സിനിമയുടെ ആത്മാവായ രംഗം ഫാസിൽ ചിത്രീകരിക്കുന്ന രീതിയും ആ മഹാപ്രതിഭയുടെ ക്രാഫ്റ്റിന്റെ മകുടോദാഹരണമാണ്. 1993 ഡിസംബർ 3 കേരളത്തിലെ തിയേറ്ററുകളിൽ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. ഫാമിലിയോടൊപ്പം സിനിമ കാണാൻ കയറിയ പ്രേക്ഷകർ, അവർ ഇഷ്ടപ്പെട്ട ഫാസിൽ, മോഹൻലാൽ, ശോഭന, ഈ താരജോഡികളെ പറ്റിയുള്ള സംസാരമായിരുന്നു. ഒരു സംവിധായകനെ പോലും പ്രേക്ഷകർ സംസാരിക്കുന്ന രീതിയിൽ ആ സിനിമ അത്ര പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. 3, 4, 5 ആവർത്തി കണ്ട ഫാമിലി തന്നെയുണ്ട് ഈ സിനിമ. ആ സിനിമ അത്ര മനോഹരമായിരുന്നു. അതാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും പല ഹിറ്റുകളിലൊന്നായ മണിച്ചിത്രത്താഴ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മധുമുട്ടം എന്ന ആ കഥാകൃത്തിന്റെ വേറിട്ട കഥയെപ്പറ്റി ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല. ഒരു പുതിയ കഥാകൃത്തിന്റെ ഉത്ഭവം കൂടിയായിരുന്നു ആ സിനിമ. മറ്റൊരു പുതിയ എപ്പിസോഡുമായി വി ലവ് സിനിമയിലൂടെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.